ഹലോ ഗൈസ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു, നീ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ. ഓഫ് കോഴ്സ് ഗൈസ്, ഇന്ന് അതാണ്. ആക്ച്വലി ഇത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം 24 hours ചാലഞ്ച് ആണ് എന്നെ സംബന്ധിച്ച്. കാരണം രാവിലെ തുടങ്ങുന്ന യുദ്ധം രാത്രി കിടക്കുന്ന സമയം വരെ ഞാൻ ഇങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കും. രാവിലെ നല്ല സ്പെഷ്യൽ ഇടിയപ്പവും കുറുമക്കറിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി. അത് രാവിലെ തന്നെ ഞാൻ എന്നും എണീക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞ 4 മണിക്ക് ഞാൻ എണീക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ 5-5:30 മണി, അതിനപ്പുറം പോകില്ല കേട്ടോ. കാരണം കുട്ടികളുള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് വീടൊന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം മാത്രമേ എനിക്ക് ആ ഡേ സ്റ്റാർട്ട് ആക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നടക്കൂല ഗൈസ്. അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത ശേഷം നമ്മുടെ കലാപരിപാടികൾ ഏതാണ്ടൊക്കെ ഒതുങ്ങി വരുന്നുണ്ട്. തൂത്ത് വൃത്തിയാക്കണം, കാരണം ഒരു ദിവസം ഒരിക്കൽ എനിക്ക് തൂത്താൽ പോരാ, ഒരു 4-5 വട്ടമെങ്കിലും ഞാൻ തൂക്കും. കുട്ടികളുള്ള വീട്ടിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ പവിക്കുട്ടൻ ഉണർന്നു. എന്ത് തന്നെ ആയാലും വാഷിംഗ് മെഷീനിൽ രാവിലെ തുണിയിടും. തുണി കുട്ടികളുടേതും എൻ്റെതൊക്കെ ഒരുപാട് കാണും. അപ്പൊ അതെല്ലാം ഇട്ട് കഴുകിയതിന് ശേഷം ഒരു സമയം കഴിയുമ്പോൾ ലിച്ചുകുട്ടിക്ക് ഫുഡും കൊടുത്ത് സ്കൂളിൽ പോകാൻ റെഡിയാവുകയാണ്. ഈ രംഗം കാണുന്ന മിക്ക പുതിയ അമ്മമാർക്കും അറിയാം അത് എത്രത്തോളം സന്തോഷമാണ്, അതുപോലെ തന്നെ സമാധാനം തരണമാണ്. കാരണം ഇതൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് ഇത്ര സമാധാനം കിട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മയും പണ്ട് ഇതേപോലെ നമ്മളെ സ്കൂളിൽ ഇതേ കണക്ക് ഒരുക്കി കഷ്ടപ്പെട്ട് വളർത്തി അല്ലേ. അപ്പൊ നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അമ്മ ഇത് കണക്ക് പാക്ക് ചെയ്ത് വരുമ്പോൾ ഞാൻ വിചാരിക്കും, എന്ത് ഈസി. ഇപ്പൊ ആ സ്റ്റേജിലോട്ട് ഞാൻ വന്നപ്പോഴാണ് അത് എന്ത് പാടാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഗൈസ്. ഇവളെ സ്കൂളിലോട്ട് പറഞ്ഞേക്കുന്ന സമയത്താണ് കേട്ടോ പവിക്കുട്ടന് ഭയങ്കര വിശപ്പായിരിക്കും. കാരണം ആ സമയത്ത് ഒരു ടാസ്ക് ആണ് എന്നെ സംബന്ധിച്ച്. കാരണം അവനെ നോക്കോ ഇവളെ നോക്കോ, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവത് കൊടുത്ത് ഞാൻ ഒതുക്കാറുണ്ട്. പിന്നെ ലിച്ചുകുട്ടിക്ക് ഒരു ടാറ്റ ബേബയൊക്കെ പറഞ്ഞ ശേഷം ഞാൻ നമ്മുടെ അടുക്കളയിലോട്ട് കടക്കുകയാണ്. അടുക്കളയിൽ ഒരുപാട് പാത്രമുണ്ടായിരുന്നു, എനിക്കത് കാണിക്കാൻ കഴിഞ്ഞില്ല. കാണാതിരിക്കുന്നതാണ് നല്ലത്, യുദ്ധക്കളമാണ്. അതെല്ലാം വൃത്തിയാക്കി കഷ്ടപ്പെട്ടതിന്റെ കോലമാണ് ഈ കാണുന്നത്. കൊളുക്കട്ട വെച്ച് പവിക്കുട്ടന് കൊടുത്തു, ഒന്ന് കണ്ടു നോക്കൂ. അത് ഒന്ന് തിന്നാൻ കൊടുത്തതാണ്. അവൻ കുളിച്ചു, ഇനി ഇവനെ ഞാൻ കുളിപ്പിക്കണമല്ലോ ഗൈസ്. തലയിലൊക്കെ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവനെ വിശ്വസിച്ച് കൊടുത്ത് എന്നെ അവൻ സ്വന്തമായിട്ട് വാരി കഴിക്കുകയുള്ളൂ കേട്ടോ. ഇവനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഇന്ന് പോവേണ്ടത്. മറ്റെവിടെയുമല്ല, ഇന്ന് കുറച്ച് റേഷൻ കാർഡിന്റെ കാര്യത്തിനും അതുപോലെ തന്നെ മെഹന്തി ആർട്ട്ലൈൻ്റെ വിസിറ്റിംഗ് കാർഡ് അടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇന്ന് ഉച്ചത്തെ ഫുഡ് വീട്ടിലായിരിക്കും കേട്ടോ. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പവിക്കുട്ടൻ നല്ല ഉറക്കമായി, കുളിച്ച് വിശ്രമിച്ച് അവൻ സുഖിച്ചുറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഐരാവതത്തിലേക്ക് അവനെ കയറ്റണം, എങ്ങനെ കയറ്റും? അപ്പോഴാണ് എൻ്റെ ബെൽറ്റ് എനിക്ക് ഓർമ്മ വന്നത്. ഗൈസ്, നമുക്ക് ഇവനെ കൊണ്ടൊന്ന് വീട് വരെ പോയാലോ? അവിടെ എത്തി എല്ലാവരും ഒന്ന് കാണണം, കാരണം ഒരു സിംഗിൾ മദറിന്റെ പോരാട്ടമാണ് സത്യം പറഞ്ഞാൽ ഇത്. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സമയത്ത് നമ്മൾ പല വഴികൾ തേടുമെന്ന് പറയില്ലേ, അതിലൊരു വഴിയാണ് കേട്ടോ ഇത്. അവനെ വീട്ടിൽ സുരക്ഷിതമാക്കിയതിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ ഫസ്റ്റ് റേഷനറി വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു പുതിയ മദർ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് നേരെ ചെന്നത് മെഹന്തി ആർട്ട്ലൈൻ്റെ വിസിറ്റിംഗ് കാർഡ് അടിക്കാനായിരുന്നു. അതടിച്ചു, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഫുഡ് കഴിച്ചതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സാഹചര്യം അത്ര നല്ലതല്ലായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം, അയ്യോ ഒടുക്കത്തെ വിളിയായിരുന്നു. പവിക്കുട്ടന് കപ്പലണ്ടി കഴിക്കാൻ പറ്റൂലെങ്കിൽ അവന് കപ്പലണ്ടി വേണം, അതായിരുന്നു അവന്റെ ആവശ്യം. പിന്നെ ആ കപ്പലണ്ടി വാങ്ങിച്ച അവന്റെ ആഗ്രഹത്തിന് ഞാനങ്ങ് തിന്നു കേട്ടോ. കപ്പലണ്ടി വാങ്ങിക്കുന്ന സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് കപ്പലണ്ടിയുടെ ക്വാളിറ്റി നമുക്കറിയാം. ഇവിടെ കൊച്ചിക്കാരിവിടെ കപ്പലണ്ടി ഇന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ശങ്കൂർത്ത് വെച്ച കൊണ്ടാവത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ വിളക്ക് കത്തിക്കണ ഇഷ്ടമാണെന്ന് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ഏറ്റവും ആഗ്രഹം പവിക്കുട്ടനും ലിച്ചുകുട്ടിക്കാണ്. ഞാനങ്ങ് മാറി നിൽക്കും.
വിളക്ക് തേച്ചു കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അവര് തന്നെ, അവൾക്ക് അറിയാം മാക്സിമം ഇതെങ്ങനെ ഒരുക്കണം, ഏത് രീതിയിലാണ്. കത്തിച്ചു കൊടുത്തു. എന്നിട്ട് അവളെ വിചാരം അവളാണ് സ്വയം കത്തിച്ചത്. എന്തായാലും അവൾ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലേ. പൈകുട്ടെന്താ ഈ ശാമ്പ്രാണി തിരിയും വെച്ചുകൊണ്ട് അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. രണ്ടുപേർക്കും ഒത്ത് ദൈവത്തെ ആരാധിക്കണം. വിട്ടുകൊടുത്തു, അവര് ചെയ്യട്ടെ, കൊച്ചു മക്കളല്ലേ. ഈ കാഴ്ച എത്ര പേര് വീട്ടിലുണ്ടെന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും എനിക്കിത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ. ഇനിയും പല പല വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കേ. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്.